CKCയുടെ പിറന്നാൾ ആഘോഷം കെങ്കേമമായി നടത്താനായി ജ്യോതിർമയിയും പ്രണവും ശിവാനിയും ഒരുങ്ങുന്നു. ഗൗതം ഭക്ഷണം കഴിക്കുമ്പോൾ നിധിയെ കാണുന്നില്ല. നിധി എവിടെയെന്ന് പാർവതിയമ്മ ചോദിക്കുന്നു. നിധി ആരുടെയോ ബർത്ത്ഡേ ഫംഗ്ഷന് പോകാൻ പോകുന്നെന്ന് ഗൗതം പറയുന്നു. അതെന്താ നിധിക്ക് മാത്രം ബർത്ത്ഡേ ഫംഗ്ഷൻ, എന്നെ വിളിച്ചില്ലേ എന്ന് പാർവതിയമ്മ ചോദിക്കുമ്പോൾ നിധി വരുന്നു. അല്ല നിധി, നീ ആരുടെ ബർത്ത്ഡേ ഫംഗ്ഷനാണ് പോകുന്നത്? ഇവിടുത്തെ എല്ലാവരും അറിയപ്പെടുന്ന ബിസിനസ് പ്രമുഖൻ CKCയുടെ ബർത്ത്ഡേക്കാണ് ഞാൻ പോകുന്നത്. ഇത് കേട്ടതും പാർവതിയമ്മ സ്തംഭിച്ചു നിൽക്കുന്നു. നീ എന്താ നിധി ഈ പറയുന്നത്? നീ ഒറ്റയ്ക്ക് അയാളുടെ പുലിമടയിലേക്കാണ് കയറി ചെല്ലാൻ പോകുന്നതെന്ന് ഓർക്കണം. അയാൾ നിന്നെ എന്തെങ്കിലും ചെയ്യും. ഇല്ലമ്മേ, അയാൾ എന്നെ ഒന്നും ചെയ്യില്ല. CKCയുടെ കഴിഞ്ഞ ബർത്ത്ഡേക്കാണ് അയാൾ എൻ്റെ ഭർത്താവിനെ എല്ലാവരുടെയും മുൻപിൽ വെച്ച് ആക്ഷേപിച്ചു വിട്ടത്. അന്ന് ഞാൻ മനസ്സിൽ കുറിച്ചതാണ്, ഇതുപോലൊരു വേദിയിൽ വെച്ച് തന്നെ അയാളെ കൊണ്ട് ഗൗതമിനോട് മാപ്പ് പറയിക്കുമെന്ന്. എന്നാൽ നീ ഒറ്റയ്ക്ക് പോകേണ്ട, ഗൗതമിനെയും കൂടി കൊണ്ടുപോകണമെന്ന് പാർവതിയമ്മ പറയുന്നു. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. CKC ഗൗതമിനെ ക്ഷണിക്കുമ്പോൾ വേണം അങ്ങോട്ട് വരാനെന്ന് പറഞ്ഞ് നിധി പോകുന്നു. CKC ഓവർകോട്ടൊക്കെ ഇട്ട് സുമുഖനായി നിൽക്കുമ്പോൾ ജ്യോതിർമയി അങ്ങോട്ട് വരുന്നു. ജ്യോതിർമയിയുടെ കയ്യിലുള്ള കുങ്കുമം CKCയോട് ഇട്ടുകൊടുക്കാൻ പറയുന്നു. കുങ്കുമച്ചെപ്പ് തുറക്കുമ്പോൾ താഴേക്ക് വീഴുന്നു. അതൊരപശകുനമായി ജ്യോതിർമയിക്കും CKCക്കും തോന്നുന്നു. എങ്കിലും അറിയാതെ കൈതട്ടിപ്പോയതല്ലേ എന്ന് പറഞ്ഞ് ചെപ്പെടുത്ത് കുങ്കുമം ജ്യോതിർമയിക്ക് CKC വീണ്ടും ഇട്ടുകൊടുക്കുന്നു. അതിനുശേഷം വന്ന അതിഥികളോട് CKC കുശലാന്വേഷണം പറഞ്ഞ് നിൽക്കുമ്പോൾ അതാ വരുന്നു നിധി. നിധിയെ കണ്ടതോടെ CKC ആകെ ഒന്ന് പരുങ്ങുന്നു. ഗസ്റ്റുകളോട് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് CKC നിധിയുടെ അടുത്തേക്ക് വരുന്നു. എന്താ നിധി, നിന്നെ ഞാൻ ക്ഷണിച്ചില്ലല്ലോ. ഞാൻ ക്ഷണിക്കാതെ നീ എന്തിനാണ് വന്നതെന്ന് CKC ചോദിക്കുമ്പോൾ നിധി പറയുന്നു. ആര് പറഞ്ഞു CKC ക്ഷണിച്ചില്ലെന്ന്? ക്ഷണിക്കുമല്ലോ, അതല്ലേ ഞാനൊരു ഗിഫ്റ്റുമായി വന്നിരിക്കുന്നത്. ഇന്നെൻ്റെ ബർത്ത്ഡേ ആയിട്ട് ഞാൻ നല്ലൊരു മൂഡിലാണ്. അത് കളയാതെ വന്ന വഴിക്ക് പോകാൻ നോക്ക് നിധി. ഞാൻ നിന്നോട് നല്ല ഭാഷയിലാണ് സംസാരിക്കുന്നത്. എന്നാൽ ജ്യോതി ഇങ്ങോട്ട് വന്നാൽ നിന്നെ ഗേറ്റിന് വെളിയിൽ കൊണ്ടുപോയി തള്ളും. അതുകൊണ്ട് ആരും കാണാതെ പെട്ടെന്ന് പോകാൻ നോക്കെന്ന് CKC പറയുന്നു. ഞാൻ പോകണോ വേണ്ടയോ എന്ന് ഞാൻ തരുന്ന ഈ ഗിഫ്റ്റ് ഒന്ന് തുറന്നു നോക്കിയിട്ട് നിങ്ങൾ പറയണം. എന്താണിതിലുള്ളത്? സ്വർണമോ ഡയമണ്ടോ? അതൊന്നുമല്ല, അതുക്കും മേലെ എന്ന് നിധി പറയുന്നു. CKC കവർ തുറക്കുമ്പോൾ കവറിൽ ഒരു പഴയ ഫോണാണുള്ളത്. ഇതെന്താ, സെക്കൻഡ് ഹാൻഡ് ഫോണോ? ഫോൺ പഴയതാണ്, പക്ഷേ അതിലൊരു വീഡിയോ ഉണ്ട്. അതൊന്ന് തുറന്ന് കാണണം. അല്ലെങ്കിൽ വേണ്ട, ഞാൻ തന്നെ കാണിച്ചു തരാം. അധികം ശബ്ദത്തിൽ വെക്കുന്നില്ല, അകത്തുള്ളവർ കേട്ടാലോ. നമുക്ക് പുറത്തേക്ക് പോയി കാണാം. നിധിയും CKCയും തമ്മിൽ സംസാരിക്കുന്നത് ശിവാനി കാണുന്നു. ശിവാനി ജ്യോതിർമയിയെ നിധി വന്ന കാര്യം അറിയിക്കാൻ ചെന്നെങ്കിലും ജ്യോതിർമയി മറ്റൊരു ഫോണിലായിരുന്നു. വീഡിയോ കണ്ട CKC ഞെട്ടുന്നു. പ്രണവിനെ തട്ടിക്കൊണ്ടുപോയത് താനാണെന്ന് CKC തന്നെ പറയുന്ന വീഡിയോ ആയിരുന്നു അത്. ഇതെങ്ങനെയെന്ന് ചോദിച്ച CKCയോട് നിധി പറയുന്നു, നിങ്ങൾ അന്ന് അമ്പലത്തിൽ ഉദ്ഘാടനത്തിന് വന്നപ്പോൾ ഞാൻ ധരിച്ച കൂളിംഗ് ഗ്ലാസ്സിൽ നിന്നുമാണ് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യാൻ കഴിഞ്ഞത്. അപ്പോൾ നീ എന്നെ ചതിക്കുകയായിരുന്നല്ലേ. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ കുറച്ചൊക്കെ ഞാനും ചെയ്യണ്ടേ CKC? എന്താ നിന്റെ ഉദ്ദേശം? എന്താ നിനക്ക് വേണ്ടത്? അങ്ങനെ ചോദിക്കൂ, മറ്റൊരു ഉദ്ദേശവുമില്ല. കഴിഞ്ഞ ബർത്ത്ഡേക്ക് നിങ്ങൾ എൻ്റെ ഭർത്താവിനെ എല്ലാവരുടെയും മുൻപിൽ വെച്ച് അപമാനിച്ചു. അതിന് പ്രായശ്ചിത്തമായി ഇന്ന് ഇവിടെ വെച്ച് ഗൗതമിനെ ക്ഷണിച്ചു വരുത്തി ഗൗതമിനോട് നിങ്ങൾ മാപ്പ് പറയണം. അതൊന്നും നടക്കില്ലെന്ന് CKC പറയുന്നു. ശരി, എങ്കിൽ വേണ്ട. ഞാൻ ഈ വീഡിയോ നിങ്ങൾ വിളിച്ചു വരുത്തിയ എല്ലാവരുടെയും മുൻപിൽ വെച്ച് കാണിക്കാം. വേണ്ട നിധി, ഞാൻ ഗൗതമിനെ വിളിക്കാം. അങ്ങനെ CKC ഗൗതമിനെ ഫോൺ ചെയ്യുന്നു. വീഡിയോ കാണുന്നവർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്.